1,000 അല്ല ഇവിടെ 50 കസാല ഇടാനാ പറഞ്ഞു. 50 ആളെ കിട്ടുമോ നോക്കട്ടെ. ഇന്നലത്തെ ജില്ലാ സെക്രട്ടറി പറയുന്ന കേട്ടില്ലേ, മലന്ന് കിടന്ന് തുപ്പുകയാണ് അല്ലേ? അപ്പൊ ആരാണ് മലന്ന് കിടന്ന് തുപ്പുന്നതല്ലേ ജനം തീരുമാനിക്കട്ടെ. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ 6 മണിക്ക് ജനങ്ങളോട് സംസാരിക്കുന്നു. 6:30 മണിക്ക് ഈ യോഗം ഇവിടെ ആരംഭിക്കും. അതെനിക്ക് പറയാനുള്ള ജനങ്ങളോടാണ്. ആ ജനങ്ങളിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ളത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. അവരോട് ഞാൻ സംസാരിക്കും. ആ ജനങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരോടും സംസാരിക്കും. അപ്പം മലർന്ന് കടന്ന് തുപ്പുകയും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുകയും എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തൂടെ വർഗീയ ശക്തികളെ സഹായിക്കത്തക്ക നിലപാടെടുക്കാൻ ചെയ്യുന്ന RSSന്റെ കുപ്പായമിട്ടവനാണ് EN മോഹൻദാസ് എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ഒരു തർക്കമില്ല. അത് വളരെ കൃത്യമാണ്. നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് പ്രവർത്തകർ എത്തുമോ? താങ്കൾ എന്താണ്? നമ്മൾ നേതൃത്വത്തെ ഞാനെന്താ സ്റ്റേജ് പോലും കിട്ടുന്നില്ലല്ലോ. ഞാൻ തുടക്കം മുതലേ എന്താ പറയുന്നത്, ഒരു ജീപ്പിന്റെ മുകളിൽ കയറി ഞാൻ പ്രസംഗിക്കുന്നു. ജീപ്പിന് പകരം ഒരു പിക്കപ്പായി എത്ര മാറ്റമുള്ളൂ. ഞാൻ ഒരാൾ സ്റ്റേജിൽ കൊടുത്തു 1000കണക്കിന് ആളുകൾ വരും. ഈ നിലമ്പൂർ മണ്ഡലത്തിലെ 1000കണക്കിന് സഖാക്കൾ വരും. ഞാൻ വിളിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട വരും. ഇവിടെ LDF ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തും പോകും. ഒരു വിളി ഞാൻ വിളിച്ചാൽ. ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞെന്താ അവിടെ നിൽക്കുന്നത് നോക്കട്ടെ. ഇത് അങ്ങോട്ട് നമ്മൾ ആരെയും കുളങ്ങലക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന EN മോഹൻദാസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന എന്താണ്, പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഒരു വാക്ക് ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ കുറേ ദിവസം എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടോ. ഞാൻ പാർട്ടിയെ വിളിച്ചോ സാജിദ്? എന്തെങ്കിലും വായ ഉറക്കാത്തത്? ഇതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഞാൻ പാർട്ടിയെ വെല്ലുവിളിച്ചോ? ഉണ്ടോ? പാർട്ടിയെ വെല്ലുവിളി അല്ലല്ല ഐ വിൽ ക്ലിയർ. ഈ കാര്യത്തിൽ ഞാൻ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്നൊരു വാക്യം പറഞ്ഞോ? ഞാൻ ലീഡേഴ്സിന്റെ കാര്യമല്ല പറഞ്ഞത്. ലീഡേഴ്സിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല, പാർട്ടിയിൽ ചർച്ച നടക്കുന്നില്ല, നാട്ടിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ല, ഇതിന് തടസ്സക്കാരൻ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തല്? അല്ലല്ല ഞാൻ ഈ മോഹൻദാസ് പറഞ്ഞേക്ക് പോവാം, നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പാർട്ടി എന്ന് പറയുന്നത്, ഞാൻ പാർട്ടി എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ട് ഒരു ഘട്ടത്തിൽ എന്താ വിശദീകരിച്ച്, ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളും എല്ലാ വിഭാഗം തൊഴിലാളികളും ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ അങ്ങാടിയിൽ ഈ തെരുവ് കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വൈകുന്നേരം വരെ 1000 രൂപക്ക് ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് 5000 രൂപ ഫൈനിട്ട് ഒരാഴ്ച പോലീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫൈൻ അടക്കാൻ വേണ്ടി പോകേണ്ട ഗതികേടിലാണ് 10,000കണക്കിന് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവരുടെ വിഷയമാണ് പറഞ്ഞത്. കേരളത്തിലെ പുഴയാകെ മണൽ വന്ന് നിറയാം. നിലമ്പൂരിൽ 4-5 പുഴയുണ്ട്, മണലെടുക്കുന്നില്ല. ആ മണലെടുക്കാത്തത് കൊണ്ട് എന്താ സ്ഥിതി? മഴ പെയ്താൽ വെള്ളം കയറുകയാണ്. എന്തുകൊണ്ടാണ് മണലെടുക്കാത്തത്? ഈ സർക്കാർ എത്ര പ്രാവശ്യം ഉത്തരവിട്ടു ഈ മണലെടുക്കാൻ? എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഇവിടുത്തെ വലിയ ക്രഷറുകാരുടെ അവരെ സഹായിക്കാൻ